സിമ്പിളായി ഒരു തുമ്പീനെ വരയ്ക്കുക. അതിന് പെയിൻറ്റ് കൊടുക്കുക. പല കളറുണ്ട്, എനിക്ക് കൺഫ്യൂഷനായി ഏതൊക്കെ കളറൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ കുറേ കളറൊക്കെ കൊടുത്ത് സംഭവം സെറ്റാക്കി. സ്കെച്ച് കൊണ്ട് പെയിൻ്റ് അടിക്കുമ്പോഴേ കുറേ ഗ്യാപ്പ് വരില്ലേ, ആ ഗ്യാപ്പൊക്കെ പോകാൻ എന്താവോ ചെയ്യുക അല്ലേ. പിന്നെ ഞാൻ സ്മൈലി വരച്ചു, അതിന് കളർ കൊടുത്തു. ഇനി പടം ഇങ്ങനെ ആക്കി, ഒരു കംപ്ലീറ്റ് പടം വേണ്ടേ. അങ്ങനെ ഈ 2 പടവും സെറ്റാക്കി വെച്ചു. ഇന്നത്തെ പരിപാടി ഇത് വീശറി പോലെ നമ്മൾ മടക്കാം. നല്ല പണിയായിരുന്നു. നല്ല ചെറിയ പടം വരച്ചാൽ മതിയായിരുന്നു. എന്നിട്ടതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നീക്കി വയ്ക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനാവും നമുക്ക്, ആകെ മൊത്തം തെറ്റും. ഇനി അതിന് നമ്പറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോ സ്ട്രൈപ്പിനും. ഇല്ലയെന്നുണ്ടെങ്കിൽ അറിയാണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെ ഏത് ഭാഗത്താണ് വരണേന്നുള്ളത്. സ്മൈലിക്ക് നമ്മളിതുപോലെ നമ്പർ ഇട്ട് കൊടുക്കാം. 2 പിക്കിൻ്റെയും 1 നമ്പർ എടുത്ത് നമ്മൾ ഗമ്മ് തേച്ച് ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഞാൻ ബട്ടർഫ്ലൈൻ്റെ പിക്കാണ് ഒട്ടിക്കണേ, പിന്നെ ഞാൻ സ്മൈലിയുടെ പിക്കാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ആദ്യം ബട്ടർഫ്ലൈ പിന്നെ സ്മൈലി അങ്ങനെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്തായി കാണിക്കാൻ പോകുന്നത്, പക്ഷെ ലാസ്റ്റ് നോക്കിക്കോ ഒരു മാജിക് വരും. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ പേപ്പർ കഴിഞ്ഞു, അപ്പോൾ ഞാൻ വേറൊരു A4 ഷീറ്റ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ആ A4 ഷീറ്റിലേക്ക് നമ്മുടെ പിക്സൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പേപ്പർ എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്തത് നമ്മൾ. ഇതിപ്പോൾ ഒരു ട്രെയിൻ പോലെയായി, അത്രയും നീണ്ടുപോയി. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ചെറിയ പടം വരച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെട്ടിക്കളയാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. നമ്മളത് വീശറി പോലെ വീണ്ടും മടക്കുക. മൊത്തത്തിൽ ഇതുപോലെ വീശുരി പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ഓപ്പൺ ആക്കുക. വൺ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മൈലി, അത് സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബട്ടർഫ്ലൈ പിക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ മാജിക് പിക്ക്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.